സസ്പെൻഷനിലുള്ള എൻ പ്രശാന്ത് IAS-നെ സർവീസിലേക്ക് തിരിച്ചെടുക്കാനുള്ള തീരുമാനം A. ജയതിലക് IAS ചീഫ് സെക്രട്ടറിയായ ശേഷം അട്ടിമറിച്ചു. ഏപ്രിൽ 23-ന് ചേർന്ന യോഗത്തിലെ തീരുമാനമനുസരിച്ച് എൻ പ്രശാന്തിനെ തിരിച്ചെടുക്കണമെന്ന രേഖകൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ജയതിലക് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായിരിക്കെ രേഖകളിൽ കൃത്രിമം കാട്ടിയെന്നും വ്യാജ റിപ്പോർട്ട് സമർപ്പിച്ചുവെന്നും രേഖകൾ സഹിതം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിന്റെ പേരിലാണ് എൻ പ്രശാന്ത് IAS-നെ സർവീസിൽ നിന്നും നേരത്തെ സസ്പെൻഡ് ചെയ്തത്. ഹിന്ദുക്കളായ IAS ഉദ്യോഗസ്ഥരെ ചേർത്ത് K. ഗോപാലകൃഷ്ണൻ IAS മല്ലു ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ സ്ക്രീൻഷോട്ട് പുറത്തുവിട്ടത് എൻ പ്രശാന്ത് IAS ആണെന്ന് ആരോപിച്ച് തനിക്കെതിരെ ഗോപാലകൃഷ്ണനും ജയതിലകും ചേർന്ന് വ്യാജ റിപ്പോർട്ടുണ്ടാക്കി അത് മാധ്യമങ്ങൾക്ക് ചോർത്തിയെന്നാണ് പ്രശാന്ത് പറയുന്നത്. ജയതിലകിനും ഗോപാലകൃഷ്ണനുമെതിരെ പ്രശാന്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. രേഖകളിൽ കൃത്രിമം കാണിച്ചു എന്ന് തെളിവുകൾ സഹിതമാണ് പോസ്റ്റ് ചെയ്തത്. ഇതോടെ മല്ലു ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ ഗോപാലകൃഷ്ണനെയും ഫേസ്ബുക്കിൽ വിമർശനം നടത്തിയ പ്രശാന്തിനെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അധികം വൈകാതെ ഗുരുതര കുറ്റകൃത്യം ചെയ്ത ഗോപാലകൃഷ്ണൻ സർവീസിൽ തിരിച്ചെത്തി. പക്ഷേ പ്രശാന്ത് പുറത്തായി. ഒടുവിൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന ശാരദാ മുരളീധരൻ വിരമിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് പ്രശാന്തിനെ സർവീസിൽ തിരിച്ചെടുക്കാൻ യോഗം ചേർന്ന് തീരുമാനമെടുത്തു. ഇതാണ് അതിൻ്റെ രേഖ. ഒരാഴ്ച കഴിഞ്ഞതോടെ പ്രശാന്ത് വിമർശനം ഉന്നയിച്ച അതേ ജയതിലക് ചീഫ് സെക്രട്ടറിയായി. ചുമതല ഏറ്റെടുത്ത് ഒരാഴ്ച പൂർത്തിയാകും മുമ്പ് ചട്ടം ലംഘിച്ച് മറ്റൊരു യോഗം ചേർന്ന് പ്രശാന്തിൻ്റെ സസ്പെൻഷൻ നീട്ടാൻ തീരുമാനമെടുത്തു. അതായത് പ്രശാന്ത് വിമർശനം ഉന്നയിച്ച അതേ ജയതിലക് ചീഫ് സെക്രട്ടറി ആയതോടെ പ്രശാന്തിന് അനുകൂലമായ തീരുമാനം അട്ടിമറിച്ചു എന്ന് ചുരുക്കം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.